പ്രത്യാശയാണ് നമ്മെ ജീവിക്കാൻ പ്രേരിപ്പിക്കുന്നത്. നിരാശ നമ്മെ വിഴുങ്ങുമ്പോൾ, ജീവിതം ഇരുട്ടാവുമ്പോൾ, നല്ല സുഹൃത്ത് ബന്ധങ്ങൾ ജീവിതത്തെ പ്രകാശപൂർണമാക്കുന്നു. പ്രശസ്ത അമേരിക്കൻ സാഹിത്യകാരനായ ഒ ഹെൻറിയുടെ അവസാനത്തെ ഇല എന്ന കഥ യഥാർത്ഥ സൗഹൃദത്തെക്കുറിച്ച് നമ്മോട് പറയുന്നു. ഒ ഹെൻറിയുടെ അവസാനത്തെ ഇല. ന്യൂയോർക്കിനടുത്തുള്ള ഗ്രീൻവിച്ച് എന്ന ഗ്രാമത്തിലെ ഒരു പഴയ ഫ്ലാറ്റിലെ 3-ാമത്തെ നിലയിലാണ് ചിത്രകാരികളും അടുത്ത സുഹൃത്തുക്കളുമായ ജോൺസിയും സിയും താമസിച്ചിരുന്നത്. ഒരു ശൈത്യകാലത്തിനോടടുത്ത് ആ ഗ്രാമത്തിൽ ന്യൂമോണിയ പടർന്നു പിടിച്ചു. ഒട്ടേറെ പേർ രോഗം ബാധിച്ച് ഗുരുതരാവസ്ഥയിലാവുകയും പലരും മരിക്കുകയും ചെയ്തു. വൈകാതെ ജോൺസിക്കും ന്യൂമോണിയ ബാധിച്ചു. അവൾ ജനലിലൂടെ പുറത്തേക്ക് നോക്കി അനങ്ങാതെ കിടന്നു. ഒരു ദിവസം ജോൺസി കേൾക്കാതെ ഡോക്ടർ സ്യൂവിനോട് പറഞ്ഞു, ജോൺസി ജീവിതത്തിലേക്ക് മടങ്ങി വരാൻ സാധ്യത വളരെ കുറവാണ്. ഞാൻ കഴിയുന്നതെല്ലാം ചെയ്യാം. എന്നാൽ അവൾക്കും അല്പം ശുഭാപ്തി വിശ്വാസമുണ്ടെങ്കിൽ മാത്രമേ മരുന്നുകൾ ഗുണം ചെയ്യൂ. ഭാവിയെപ്പറ്റിയുള്ള സ്വപ്നങ്ങളും പ്രതീക്ഷകളിലും അവളിലുണ്ടാക്കിയാൽ അവൾ രക്ഷപ്പെടാനുള്ള സാധ്യത കൂടുതലാണ്. ഡോക്ടർ പോയ ശേഷം സ്യൂ ജോൺസിയെ ഓർത്തു കരഞ്ഞു. കണ്ണു തുടച്ച ശേഷം അവൾ ജോൺസി കിടക്കുന്ന മുറിയിലേക്ക് ചെന്നു. അവൾ ഒരു പാട്ട് പാടി. എന്നാൽ ജോൺസി അനങ്ങാതെ കിടക്കുന്നത് കണ്ട് അവൾ ഉറങ്ങുകയായിരിക്കുമെന്ന് കരുതി സ്യൂ പാട്ട് നിർത്തി പടം വരയ്ക്കാൻ തുടങ്ങി. പെട്ടെന്ന് ജോൺസി എന്തോ പിറുപിറുക്കുന്നത് സ്യൂ ശ്രദ്ധിച്ചു. അവൾ മെല്ലെ ജോൺസിയുടെ അടുത്തേക്ക് നടന്നു. ജോൺസി കിടന്നുകൊണ്ട് എന്തോ എണ്ണുകയാണ്. 12, 11, 10 എന്നിങ്ങനെ. സ്യൂ പുറത്തേക്ക് നോക്കിയെങ്കിലും ഒന്നും കണ്ടില്ല. ഒരു വയസ്സൻ മരവും അതിൽ കുറച്ച് ഇലകളും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പ്രിയപ്പെട്ടവളെ, എന്താണ് നീ എണ്ണുന്നത്? ഞാൻ ആ മരത്തിലെ ഇലകൾ എണ്ണുകയാണ്. അതിലിനി വളരെ കുറച്ച് ഇലകൾ മാത്രമേ കൊഴിയാതെയുള്ളൂ. അതിലെ അവസാനത്തെ ഇലയും കൊഴിഞ്ഞു വീഴുന്നതോടെ ഞാനും ഈ ലോകത്തോട് വിട പറയും. ഇത് കേട്ട സ്യൂവിന് സങ്കടം വന്നു. അവൾ അല്പം ദേഷ്യത്തോടെ ചോദിച്ചു, നീ എന്ത് വിഡ്ഢിത്തമാണീ പറയുന്നത്? ആ വയസ്സൻ മരത്തിലെ ഇലകൾക്ക് നിന്റെ ജീവിതവുമായി എന്താണ് ബന്ധം? ഡോക്ടർ ഇന്ന് രാവിലെ കൂടി എന്നോട് പറഞ്ഞതാണ് നീ വളരെ വേഗം സുഖം പ്രാപിക്കുമെന്ന്. നീ അല്പം എന്തെങ്കിലും കഴിച്ച് ആരോഗ്യം മെച്ചപ്പെടുത്താൻ നോക്ക്. ഞാൻ ഈ പടം വരച്ച് പൂർത്തിയാക്കട്ടെ. ഈ പടം വരച്ച് പൂർത്തിയാക്കി ഇത് വിറ്റിട്ട് വേണം നിനക്ക് വേണ്ട ഭക്ഷണം വാങ്ങാൻ. അത് കേട്ട് ജോൺസി പറഞ്ഞു, നീ എനിക്ക് ഭക്ഷണം ഒന്നും വാങ്ങേണ്ട. ഇന്ന് രാത്രി ഈ അവശേഷിക്കുന്ന ഇലയും പൊഴിയും. അതോടെ എനിക്ക് പോകാം. സ്യൂ പറഞ്ഞു, പ്രിയ ജോൺസി, ഞാൻ ഈ ചിത്രം വരച്ച് പൂർത്തിയാകുന്നതുവരെ നീ കണ്ണടച്ചു കിടക്കണം. അത് പറഞ്ഞ് അവൾ പുറത്തേക്ക് പോയി. ശരി, ചിത്രം പൂർത്തിയായാൽ ഉടനെ എന്നെ വിളിക്കണം. എനിക്ക് ആ അവസാനത്തെ ഇല വീഴുന്നത് കാണണം. ശരി, നീ കണ്ണടച്ച് കിടന്നുറങ്ങൂ. അവരുടെ വീടിൻ്റെ 1-ാമത്തെ നിലയിൽ താമസിച്ചിരുന്ന ബെർക്ക്മാൻ്റെ അടുത്തേക്ക് സ്യൂ പോയി. ബെർക്ക്മാൻ മദ്യപാനിയായിരുന്നു. അയാൾ തൻ്റെ മാസ്റ്റർ പീസ് ചിത്രം വരയ്ക്കുമെന്ന് എപ്പോഴും പറയുമായിരുന്നു. അയാളുടെ അടുത്ത് ചെന്ന് സ്യൂ ജോൺസിയെപ്പറ്റിയും കൊഴിയുന്ന ഇലകളെപ്പറ്റിയും പറഞ്ഞു. ഇത് കേട്ട ബെർക്ക്മാൻ ദേഷ്യപ്പെട്ടു. എന്ത് വിഡ്ഢിത്തമാണീ പറയുന്നത്? ഒരു മരത്തിൻ്റെ ഇലകൾക്കും ഒരാളുടെ ആയുസ്സിനും തമ്മിൽ എന്ത് ബന്ധമാണുള്ളത്? അയാൾ അവളോടൊപ്പം ജോൺസിയുടെ മുറിയിലേക്ക് പോയി. ജോൺസി ഉറങ്ങുകയായിരുന്നു. രാവിലെ അവൾ ജോൺസിയുടെ അടുത്തെത്തിയപ്പോൾ ജോൺസി അവളോട് ജനൽ തുറക്കാൻ ആവശ്യപ്പെട്ടു. ജനൽ തുറന്നപ്പോൾ മരത്തിൽ ഒരില മാത്രം അവശേഷിച്ചിരുന്നു. അതിൻ്റെ ഞെട്ടുകൾക്ക് പച്ച നിറവും ഇല മഞ്ഞ നിറവുമായിരുന്നു. രാത്രി മുഴുവൻ കാറ്റും മഴയുമായിരുന്നിട്ടും ആ ഇല പൊഴിഞ്ഞില്ല. ദിവസം മെല്ലെ കടന്നുപോയി. അവസാനത്തെ ആ ഇല ദിവസങ്ങൾ കഴിഞ്ഞിട്ടും വീണില്ല. ജോൺസിയുടെ ആരോഗ്യനില മെച്ചപ്പെട്ടു. മരണഭയം അവളെ വിട്ടുമാറി. ഡോക്ടർ അന്ന് വന്നപ്പോൾ താഴത്തെ നിലയിൽ താമസിച്ചിരുന്ന ബെർക്ക്മാന് ന്യൂമോണിയ ബാധിച്ചിരിക്കുന്നുവെന്നും അയാൾ വൃദ്ധനായതിനാൽ ജീവിതത്തിലേക്ക് തിരിച്ചു വരാൻ സാധ്യത കുറവാണെന്നും ഡോക്ടർ പറഞ്ഞു. പിറ്റേന്ന് ഉച്ചതിരിഞ്ഞ്
സ്യൂ ജോൺസിയുടെ അടുത്ത് വന്നു പറഞ്ഞു. ബെർക്കുമാൻ ഇന്ന് രാവിലെ മരിച്ചു. അയാൾക്ക് ന്യൂമോണിയ പിടിപെട്ട ദിവസം ആരോ അയാളെ മുറിയിൽ കണ്ടിരുന്നു. അയാളുടെ വസ്ത്രങ്ങളും ഷൂസും നനഞ്ഞ് ഐസ് പോലെ തണുത്തിരുന്നു. രാത്രിയിലെ മഴയത്ത് അയാൾ എവിടെ പോയെന്ന് അറിയില്ല. അയാളുടെ അടുത്ത് പുറത്തേക്ക് കൊണ്ടുപോയ ലൈറ്റും പെയിൻറ്റിംഗ് ബ്രഷുകളും പച്ചയും മഞ്ഞയും പെയിൻറ്റുകളും ഉണ്ടായിരുന്നു. പുറത്തേക്ക് നോക്കിയ സ്യൂ അത്ഭുതത്തോടെ ജോൺസിയോട് പറഞ്ഞു, പുറത്തേക്ക് നോക്ക്. അതിലെ അവസാനത്തെ ഇല നോക്കൂ ജോൺസി. അതെത്ര കാറ്റടിച്ചിട്ടും വീഴുന്നില്ലല്ലോ. അത് ബെർക്കുമാൻ്റെ മാസ്റ്റർ പീസ് ആയിരുന്നു. അവസാനത്തെ ഇല കൊഴിഞ്ഞ രാത്രി അയാൾ അതവിടെ പെയിൻറ് ചെയ്തു വയ്ക്കുകയായിരുന്നു.